എടി നിനക്ക പ്രേംചേട്ടൻ പേടിക്കണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഹലോ സർ, ഞാൻ എസ് ഐ ഹരികൃഷ്ണൻ. ഈ ഏരിയയിൽ നടക്കുന്ന ചെയിൻ സ്നാച്ചിങ് കേസുകളൊക്കെ ഞാൻ അന്വേഷിക്കുന്നത്. നിങ്ങൾ ശോഭയുടെ മകനാണ്. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് ബോധം വരാൻ ഇനിയും സമയമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ അവരോട് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു സാർ. ആശുപത്രിയിൽ എത്തിച്ചതും ഞാൻ തന്നെയാ. എന്താ നിങ്ങളുടെ പേര്? പാർവതി. ശോഭയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് സർ. ഓ, പാർവതി ഈ സംഭവം നേരിട്ട് കണ്ട സാക്ഷിയാണ്. ഇത് ചെയ്തവരെ പറ്റി എത്രമാത്രം വിവരം തരാൻ പറ്റുമോ അത്രയും തരണം. നടന്നതെല്ലാം ഓർത്തെടുത്തൊന്ന് പറയാമോ? പറയാം സർ. ഇതാണ് സർ നടന്നത്. കള്ളന്മാരിൽ ആരുടെങ്കിലും മുഖം കണ്ടോ? മാല പൊട്ടിച്ചവൻ മുഖം കർച്ചീഫ് കൊണ്ട് മറച്ചിരുന്നോണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ബൈക്ക് ഓടിച്ചവന്റെ മുഖം ഞാൻ കണ്ടു. അവരുടെ ബൈക്കിന്റെ നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല സർ, അമ്മ വീണതുകൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോയി. പാർവതി തരുന്ന വിവരങ്ങൾ വെച്ച് ഞങ്ങൾ അന്വേഷണം തുടങ്ങും. ഇങ്ങനെയുള്ള കേസുകളിൽ മുമ്പ് അറസ്റ്റായ ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോൾ പാർവതി അവരെ തിരിച്ചറിയാൻ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. സാർ എപ്പോ വിളിച്ചാലും ഞാൻ വന്നോളാം. അവരെ വെറുതെ വിടരുത് സർ. ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. പോവാം. മനുഷ്യത്തുള്ള ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യുന്നത്? ഒരു നിമിഷത്തേക്കെങ്കിലും അവർക്ക് ചിന്തിച്ചൂടെ? ഇവരിതുപോലെ മോഷണം നടത്തിയപ്പോ കൈയും കെട്ടി നോക്കി നിന്നവരെ വേണം ആദ്യം ശിക്ഷിക്കാൻ. അവര് പേടിച്ചു മാറി നിന്നതുകൊണ്ടാ അമ്മയെ പോലുള്ളവർക്ക് ഈ ഗതി ഉണ്ടാവുന്നത്. അമ്മ വീണില്ലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവരെ ഞാൻ തടയാൻ ശ്രമിച്ചേനെ. പ്രേംചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്. നീ എന്താ പാർവതി പറയുന്നത്? നീ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാ അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നീ ചെയ്തിട്ടുണ്ട്. ഈശ്വര, ഞാൻ വിട്ടുകളഞ്ഞ ആ കള്ളം തന്നെ ആയിരിക്കുമോ പ്രിയന്റെ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത്? നീ എന്താ മരുന്ന് വാങ്ങാതെ ഇവിടെ നോക്കി നിൽക്കുന്നേ? വേഗം മരുന്ന് വാങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോവാം. എനിക്ക് തീരെ വയ്യ. ശരി, വാ പോവാം. വാ. അമ്മ ഈ അവസ്ഥയിൽ ആശുപത്രി കിടക്കുമ്പോ എനിക്ക് എന്തായാലും പരീക്ഷ എഴുതാൻ പറ്റില്ല. എനിക്കറിയാം, റാങ്കല്ല, തല പോകുന്ന കാര്യമാണെങ്കിലും ശരി, എനിക്ക് അമ്മയുടെ കൂടെ നിന്നേ പറ്റൂ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. നിനക്ക് നിന്റെ പഠിപ്പ് എത്ര വലുതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മയ്ക്ക് വേണ്ടി നീ അത് മാറ്റിവെക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് ദൈവം കാണും മോളെ. എന്ന് കരുതി പരീക്ഷ എന്തിനാ മുടക്കുന്നത്? അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ചേട്ടനെ കൊണ്ട് മാത്രം പറ്റുമോ? ബൈസ്റ്റാൻഡറായി ഒരു പെൺകുട്ടി നിൽക്കുന്നതല്ലേ നല്ലത്. ഇവള് പറയുന്നതിൽ കാര്യമുണ്ട് പാറു. ഒരു കാര്യമില്ല. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തോളാം. നീ പോയി പരീക്ഷ എഴുതി ദർശനെ.
നീ അമ്മയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതിയില്ലെന്ന് അറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അമ്മ അതോർത്ത് വിഷമിക്കും. എന്നാലും ദർശനെ, പഠിപ്പിന്റെ വില എന്നെ പോലെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കേ അറിയൂ. നിന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്താ, ഞാൻ അമ്മയെ നന്നായി നോക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ പാറു, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാ വേഗം പോ, പരീക്ഷയ്ക്ക് സമയമായില്ലേ? ഓക്കെ. സോറി പ്രിയ, ഞാൻ വിവരം അറിഞ്ഞതും ഇങ്ങോട്ട് ഇറങ്ങിയതാ. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല സർ. മരുന്ന് ഫലം ചെയ്യണമെങ്കിൽ ആദ്യം ബോധം തെളിയണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഈ ആശുപത്രിയിൽ എനിക്ക് പരിചയക്കാരുണ്ട്. ഞാൻ മാനേജ്മെൻറ്റുമായി സംസാരിക്കാം. ആൻറ്റിയുടെ ചികിത്സയിൽ ഒരു കുറവും വരുത്തില്ല. നീ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്ക്. ഇന്നെനിക്ക് പരീക്ഷയുണ്ട്. എത്ര മണിക്ക് എക്സാം? 10 മണിക്ക്. നീ എങ്ങനെയാ പോകുന്നത്? ഓട്ടോ പിടിക്കണം. അധിക സമയമില്ലല്ലോ. ഈ തിരക്കുള്ളപ്പോൾ ഓട്ടോ പിടിച്ച് ഇനി എപ്പോൾ കോളേജിലെത്താനാ? ഞാൻ ഡ്രൈവറോട് പറയാം, അയാൾ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യും. വേണ്ട സർ. പരീക്ഷയുടെ കാര്യമാ, വെറുതെ റിസ്ക് എടുക്കണ്ട. നീ ധൈര്യമായിട്ട് പരീക്ഷ എഴുതിട്ട് വാ. നീ തിരിച്ചു വരുമ്പോഴേക്കും അമ്മയ്ക്ക് ബോധം തെളിയും. വാ. ചെല്ലേ. ഡ്രൈവർ, ദർശനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യണം. വഴി ദർശന പറഞ്ഞുതരാം. പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവരാൻ വേണം. ദർശന കഴിക്കും. പോലീസിലെ വിവരം അറിയിച്ചോ? അവര് വന്ന് അന്വേഷണം നടത്തിയിട്ട് പോയതേ ഉള്ളൂ. ഇങ്ങനെയുള്ളവന്മാരെ വെറുതെ വിടരുത്. ആൻറ്റി ഒന്ന് നോക്കിയാവട്ടെ. അവന്മാരെ നമുക്ക് പൊക്കിയെടുക്കാം. നിങ്ങൾ വാ.